Meet the editors. മണിപ്പൂർ മറക്കുമോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, മണിപ്പൂരിലെ സംഘർഷഭരിതമായ ദിനങ്ങൾ അത് മാസങ്ങളായി വർഷങ്ങളായി തന്നെ നിന്നിരുന്ന കാര്യമാണ്. എത്ര കഴിഞ്ഞു, ഇപ്പോഴും നേരിയ സംഘർഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വരുന്നു, വലിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ മണിപ്പൂർ ജനത അത് മറക്കുമോ? ഏത് മണിപ്പൂരിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്? ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്ന് നടന്ന മണിപ്പൂർ. ഏറ്റവും കൂടുതൽ കാലം നീണ്ടുനിന്ന ആധുനിക ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപം നടന്ന മണിപ്പൂർ. 240-ലധികം ആളുകൾ മരിച്ച്, 1000-ലധികം ആളുകൾക്ക് പരിക്കേറ്റ്, നിരവധി സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട്, സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിയ മണിപ്പൂർ. ആ മണിപ്പൂരിൽ ഏതാണ്ട് 20 മാസത്തോളമാണ് ആ കലാപം നീണ്ടുന്നത്, പല 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 ഘട്ടങ്ങളിലായി. ആ മണിപ്പൂരിനെ ആദ്യം മറന്നതാരാണ്? കേന്ദ്ര സർക്കാരായിരുന്നു. അതിനെക്കുറിച്ച് ഇനി പ്രത്യേകിച്ച് സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുക പോലും ഉണ്ടായില്ല കുറേ നാൾ. അതിനുശേഷം പാർലമെൻറ്റിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ചില വാചകങ്ങൾ പറഞ്ഞത്. അത് എത്രയോ കാലത്തിന് ശേഷമാണ്. മണിപ്പൂരിൽ ഈ കലാപം നടക്കുമ്പോൾ ആരായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്? BJP ആണ്. ബിരേൻ സിംഗ് സർക്കാരാണ് മണിപ്പൂരിൽ ഈ കലാപം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു കലാപവും 24 മണിക്കൂർ കടക്കണമെങ്കിൽ അത് അവിടുത്തെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ സഹായമില്ലാതെ നടക്കില്ല. അത് ഫാക്റ്റാണ്. അതിപ്പോൾ ഇവിടെയല്ല എവിടെയായാലും. അല്ലെങ്കിൽ നേപ്പാളിലെ പോലെ ജനം സർക്കാരിനെ മറിച്ചിടുന്ന വലിയ സംഘർഷമായിരിക്കണം. ബിരേൻ സിംഗ് സർക്കാരിന് ഈ കലാപത്തിലുള്ള പങ്കിനെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് തെളിവുകൾ പുറത്തു വന്നതാണ്. അന്നൊന്നും മോദി ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. കലാപം നടക്കുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലോ വിമാനത്തിലോ പറന്നിറങ്ങണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ മണിപ്പൂരിനെ ഓർക്കണം, മണിപ്പൂർ വിഷയത്തിൽ ഇടപെടണം. ബിരേൻ സിംഗിന് ഈ കലാപമുള്ള നേരിട്ടുള്ള ബന്ധം എന്താണ്? മെയ്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം. മെയ്തി വിഭാഗക്കാരനാണ് ബിരേൻ സിംഗ്. മെയ്തി വിഭാഗത്തിന് കോടതിയിൽ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഒരു കോടതി വിധി ഉണ്ടാകുന്നു, സർക്കാർ അനുകൂലിക്കുന്നു, അവർക്ക് ഷെഡ്യൂൾ ട്രൈബിൻ്റെ പദവി കിട്ടുന്നു. അതിനെതിരെയുള്ള കലാപമാണ്. എങ്ങനെയാണ് ഈ പദവി കിട്ടിയതെന്ന് പിന്നീട് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ആ കലാപത്തെ ഒന്ന് തൊടാൻ പോലും പറ്റാതെ ആ സംസ്ഥാനം നിന്ന് കത്തുകയായിരുന്നു. വ്യാപകമായി കൊല്ലപ്പെട്ടത് എതിർപക്ഷത്തുള്ള കുക്കി വിഭാഗമാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. 240-ലധികം ആളുകൾ മരിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ 258 പേർ മരിച്ചതിൽ ഏതാണ്ട് 200ഓളം പേർ മെയ്തി വിഭാഗത്തിൻ്റെ അപ്പുറത്തുള്ള കുക്കി വിഭാഗക്കാരാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതൊരു ഏകപക്ഷീയമായ കടന്നുകയറ്റമായിരുന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ആദ്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ മെയ്തി വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കുക്കി വിഭാഗങ്ങൾ പ്രകടനം നടത്തുകയും ആ പ്രകടനത്തെ ആക്രമിച്ച് അടിച്ചോടിച്ചതിന് ശേഷമാണ് 2 തീവ്രവാദ സംഘടനകൾ മെയ്തി വിഭാഗത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അവർ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. എന്നു മാത്രമല്ല, BJPയുടെ സംസ്ഥാന മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഈ കലാപം നടത്താൻ ആഹ്വാനം ചെയ്തതിൻ്റെ ശബ്ദരേഖ കുറച്ച് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി ഇതിൻ്റെ ആധികാരികത പരിശോധിക്കാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ട്രൂത്ത് ലാബ്സ് എന്ന് പറയുന്ന കമ്പനി ഇത് സ്വതന്ത്രമായി പരിശോധിക്കുകയും ഏതാണ്ട് 93% ഉറപ്പാണ് ഇത് ബിരേൻ സിംഗിൻ്റെ ശബ്ദം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയതും വാർത്തകൾ വന്നതാണ്. അപ്പോഴും പ്രധാനമന്ത്രി അനങ്ങിയില്ല. അപ്പോഴും ദില്ലി ഒന്ന് കണ്ണിമ പോലും ചിമ്മിയില്ല. ഇതേ സർക്കാരിനെ തുടരാൻ അനുവദിച്ചു. അതിനുശേഷം ഈ ശബ്ദരേഖയുടെ കഥ എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിൽ ഇത് നടക്കുന്നത് 2023 മെയ്യിലാണ് ഈ കലാപം നടക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് 2025 ഓഗസ്റ്റിൽ. ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഈ ശബ്ദരേഖയുടെ ഇപ്പോഴും സെപ്റ്റംബറിൽ ഈ സുപ്രീം കോടതിയിൽ ഈ ശബ്ദരേഖയുടെ ആധികാരികത വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം സുപ്രീം കോടതി ജഡ്ജി അദ്ദേഹം ചോദിക്കുന്നു, എന്നാണ് FSIയുടെ ഭാഗത്ത് നിന്ന് ഈ ശബ്ദരേഖ വരിക? ഇത് എന്ന് വരും എന്നെങ്കിലും പറയാമോ? നിങ്ങൾ തരണ്ട, ഇത് വരും എന്നെങ്കിലും പറയാമോ എന്ന് ചോദിച്ചത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് ജസ്റ്റിസ് സഞ്ജയ് കുമാറാണ്. സുഹൃത്തുക്കളെ, 2 വർഷം കഴിയുമ്പോൾ 24 മാസവും കഴിഞ്ഞ് ഈ കലാപത്തിൻ്റെ മുറിവുകൾ നീറി നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ആ ശബ്ദരേഖയുടെ ആധികാരികത വ്യക്തമാക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും മോദി സർക്കാരിന്, പ്രത്യേകിച്ച് ബിരേൻ സിംഗ് സർക്കാരിനെ തുടരാതിരിക്കാനുള്ള ഒരു സാഹചര്യവും വേണമെന്ന് തോന്നിയില്ല. ഇനി അതിനുശേഷം മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചത്? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ NDAയുടെ കയ്യിലുണ്ടായിരുന്ന 2ഉം പുല്ലുപോലെ പോയി, തോറ്റു. ജനവികാരം മുഴുവനെതിരെ. അപ്പോഴും അനങ്ങിയില്ല ഡൽഹി. ഏറ്റവും അവസാനം ഈ വർഷം ബിരേൻ സിംഗ് സർക്കാരിൻ്റെ ഭൂരിപക്ഷം നഷ്ടമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, കുറച്ച് MLAമാർ മറുപക്ഷത്തേക്ക് മാറിയപ്പോൾ, ഈ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചപ്പോൾ ബിരേൻ സിംഗ് സർക്കാർ രാജിവെക്കുകയായിരുന്നു. മോദി സർക്കാർ പുറത്താക്കിയതല്ല.
അപ്പോൾ കലാപത്തെ നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട, കലാപത്തിന് കൂട്ടുനിന്നു വന്ന് കോടതിയിൽ ശബ്ദരേഖയുടെ കാര്യത്തിലടക്കം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ സർട്ടിഫൈ ചെയ്തൊരു വിഷയത്തിൽ സർക്കാർ അതിനെ മെല്ലപ്പോക്ക് നടത്തി കോടതിയിലെ ആ കേസ് തണുപ്പിച്ചത് മാത്രമല്ല, ഈ കലാപത്തിന് കൂട്ടുനിന്ന സർക്കാരിനെ സഹായിക്കുകയാണ് BJP ചെയ്തത്. ആ BJP മണിപ്പൂരിനെ മറക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. എന്നിട്ടിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ ഈ വിഷയം തീരും എന്നാണോ വിചാരിക്കുന്നത്? എന്തിനായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വന്നത്? അടുത്ത വർഷം ഇലക്ഷനാണ് കേട്ടോ, 2026 ഇവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശിച്ചു എന്ന് കരുതരുത്. വെറും 4 മണിക്കൂറാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ സന്ദർശിച്ചത്. അതോ തലേദിവസം അദ്ദേഹം ഇവിടെ വന്നു, തലേദിവസം വന്ന് തൊട്ടടുത്ത സംസ്ഥാനത്ത് ഒരു വലിയ റെയിൽ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നു. ആ റെയിൽ പ്രോജക്റ്റ് ആ സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽ പദ്ധതിയാണ്. അപ്പോൾ അത് നടത്തി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് മണിപ്പൂരിൽ കൂടെ വരാതിരിക്കും? മിസോറാമിൽ എന്തായാലും വന്നു, അപ്പോൾ പിന്നെ മണിപ്പൂരിൽ വരാതിരിക്കും. ഈ സന്ദർശനങ്ങളൊക്കെ നേരത്തെ ഫിക്സ് ചെയ്യുന്നതാണ്, അല്ലാതെ അപ്പോൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ഒരു 2 വർഷം മുമ്പേ ഇങ്ങനെ ഫിക്സ് ചെയ്തത്, ഇപ്പോഴാണോ ഫിക്സ് വരുന്നത്? അല്ല, ഇപ്പോൾ ഈ സംസ്ഥാനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. മിസോറാമിലെയും മണിപ്പൂരിലെയും സന്ദർശനങ്ങൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ടോട്ടൽ വിസിറ്റ് ഒന്നിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട്, അല്ലാതെ പെട്ടെന്ന് അപ്പുറത്തേക്ക് കയറി എന്നുള്ള പറയല്ലേ. ഈ വിസിറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മണിപ്പൂരിനെ ഒഴിവാക്കാൻ പറ്റില്ല. തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് വന്നിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് പോയാൽ മണിപ്പൂരിനെ മറക്കാൻ പറ്റുമോ? ഇത്രയും കലാപം നടന്നൊരു സ്ഥലത്ത് തൊട്ടടുത്ത അയൽ സംസ്ഥാനത്ത് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രധാനമന്ത്രി ഓഫീസ് ഫിക്സ് ചെയ്ത് തന്നെയാണ്. ആ വാക്ക് ഉപയോഗിച്ചതും കറക്റ്റാണ്, ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അപ്പുറത്തൊരു ട്രെയിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ മണിപ്പൂരിൽ വരാതിരിക്കാൻ പറ്റില്ല. വന്നിട്ടോ 4 മണിക്കൂർ നിന്നു എന്ന് മാത്രമല്ല, ഒരൊറ്റ ക്യാമ്പിൽ പോലും പോയില്ല അവിടെയുള്ള ആളുകളെ കാണാൻ. ഇൻ്റർവ്യൂ ചെയ്ത് ആളുകളെ സ്ക്രീൻ ചെയ്തിട്ട് കുറച്ച് പേരെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ഒരു നാടകം, ആളുകൾ കരയുന്നു, മോദി തലയിൽ തൊട്ട് ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് അവസാനം മണിപ്പൂരിൽ മണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും. മണിപ്പൂരിൽ മണിയുണ്ട്, അതുകൊണ്ട് ഭാവിയുടെ മണി കിലുക്കമാണെന്നോ അതോ ഇനി മണി പൈസയുടെ മണിയാണോ എന്നറിയില്ല. ഒരു 8500 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. പദ്ധതി തുടങ്ങുകയല്ല, പദ്ധതികൾ പ്രഖ്യാപിച്ചു. അതിൽ പുനരധിവാസമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ബിരേൻ സിംഗ് ഇപ്പോഴും BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, ഈ കലാപത്തിൽ പങ്കുണ്ടെന്ന് പറയുന്ന ആൾ തന്നെയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിൽ വളരെ വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കരുതുന്നത് അത് കശ്മീരിൽ മാത്രമാണെന്നാണ്. മുസ്ലിം തീവ്രവാദികളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം ആരാണ് നടത്തുന്നതെന്ന് അറിയാമോ? അതൊരു ഹിന്ദു നയിക്കുന്ന, ഹിന്ദു മതത്തിൽ ജനിച്ച ഒരാളാണ് ആ സംഘടനയെ നയിക്കുന്നത്. ആ സംഘടനയെ നയിക്കുന്നയാളുടെ പേര് ദേവ്ജി എന്നാണ് നമ്മളൊക്കെ ഇതിൽ പറയുക. ദേവ്ജി എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ തീവ്രവാദ സംഘടന CPI മാവോയിസ്റ്റാണ്. അത് കഴിഞ്ഞ് ജമ്മു കാശ്മീരിലെ തീവ്രവാദികൾ വരികയുള്ളൂ. പക്ഷെ നമുക്ക് കശ്മീരാണ് ഏറ്റവും വലുത്. ഇനി അതുമാത്രമല്ല, ഇവിടെ കലാപം നടക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് നേടുന്ന ഞങ്ങൾ മെയ്ത്തികളുടെ ബങ്കറിൽ നിന്നാണ് സംസാരിക്കുന്നത്. പട്ടാളത്തിനുള്ള ബങ്കർ പോലെ മെയ്ത്തികളുടെ കുക്കികളുടെ ബങ്കറിൽ നിന്നാണ് സംസാരിക്കുന്നത്. സൈന്യത്തെ പുല്ലുപോലെ ആക്രമിച്ച സൈനിക ക്യാമ്പുകൾ റെയ്ഡ് ചെയ്ത് അവിടെ നിന്ന് ആയുധങ്ങൾ, കലാഷ്നിക്കോവുകളും റോക്കറ്റ് ലോഞ്ചറുകളും പിടിച്ചുകൊണ്ട് പോകുന്നു. പട്ടാളത്തെ ബന്ദിയാക്കി നിർത്തി അവിടെ കലാപം നടത്തുന്നു. സൈന്യം പിന്തിരിഞ്ഞോടുന്നു. ഇതൊക്കെ നടന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അത് ഈ മിസോറാമിൽ മാത്രമല്ല, ഇതിപ്പോൾ ആസാമിലായാലും തൊട്ടപ്പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലായാലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ സർക്കാർ കോൺഗ്രസ് മുക്ത മിഡിൽ ഈസ്റ്റ് എന്ന ഒരു മുദ്രാവാക്യവുമായി അവിടുത്തെ മുഴുവൻ തീവ്രവാദി സംഘടനകളുമായും കൈകോർത്ത BJP ഓരോരോ സംസ്ഥാനങ്ങളായി പിടിച്ചടക്കിയിട്ട് ഏറ്റവും അവസാനം ഇവിടെ മെയ്തി വിഭാഗത്തിൻ്റെ കൂടെ നിന്ന് നടത്തിയ ഒരു കലാപമാണ് മണിപ്പൂരിൽ നടന്നത്. മണിപ്പൂരിലെ കലാപത്തിൽ അതുകൊണ്ടാണ് മെയ്തി വിഭാഗക്കാർക്ക് ഒരു മേൽക്കൈ കിട്ടിയതും അതുകൊണ്ടാണ് കുക്കി വിഭാഗത്തിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടതും. ഇതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ BJPക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കലാപത്തിൽ മോദി അങ്ങോട്ട് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് BJP സ്പോൺസേഡ് കലാപമാണ് അവിടെ നടന്നത്. 10 വോട്ടിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞൊരു പ്രസ്ഥാനം വളരെ കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കിയതാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റിലുള്ളവരെ തീവ്രവാദം എന്ന് വിളിക്കില്ല. അങ്ങോട്ട് ഒരൊറ്റ മാധ്യമപ്രവർത്തകർക്ക് മര്യാദയ്ക്ക് റിപ്പോർട്ടിങ്ങിന് പോകാൻ പറ്റില്ല. അവിടെ പോയാൽ വേറെ പ്രശ്നങ്ങളാണ്. പ്രത്യേക പട്ടാള നിയമമുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും കശ്മീരാണ് ഏറ്റവും വലിയ കലാപസ്ഥലം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി ഈ പറയുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്നാണ് മനസ്സിലാകേണ്ടത്. ഇപ്പോൾ നക്സലൈറ്റുകൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ വലിയ വേട്ട പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 കണക്കിന് നക്സലൈറ്റുകളെ വെടിവെച്ച് കൊല്ലുന്നു. ശരി, നക്സലൈറ്റുകൾ അല്ലാത്തവരുമൊക്കെ ആളുകൾ കൊല്ലപ്പെടുന്നുവെന്ന് ഓരോ ദിവസവും വരുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ 20, അടുത്ത ദിവസം 17, അതിൻ്റെ അടുത്ത ദിവസം 30, ഇങ്ങനെ കണക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ
നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ ഒരു ഓപ്പറേഷനേ ഇല്ല. നോർത്ത് ഈസ്റ്റിൽ എല്ലാം കലാപകാരികളുടെ കയ്യിൽ സംസ്ഥാനം അങ്ങനെ അമർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു കലാപം സംഭവിച്ചിട്ടേ ഇല്ല. എന്നിട്ടും അവിടുത്തെ സർക്കാരിനെ തൊട്ടില്ല മോദി സർക്കാർ. അവസാനം MLA മാർ പിന്തുണ പിൻവലിച്ചപ്പോഴാണ് ബിരൺ സിംഗ് സർക്കാരിന് BJP സർക്കാരിന് അധികാരം ഒഴിയേണ്ടി വന്നത്. അപ്പോൾ കലാപത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു തരത്തിലും ഒരു 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 ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു കേന്ദ്ര സർക്കാരാണ് ഭരിച്ചിരുന്നത്. കശ്മീരിൽ ചെയ്യാം. ഇപ്പോൾ തീവ്രവാദികൾക്കെതിരെ, നക്സൽ തീവ്രവാദികൾക്കെതിരെ നാട്ടുകാരെ കൂടെ കൊന്നുകൊണ്ട് അത് അമർച്ച ചെയ്യാം. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ അത് തൊടാൻ പറ്റില്ല. കാരണം അവിടെ വേറെ ചില സമവാക്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചത്? BJPയുടെ കയ്യിൽ നിന്ന് കൂടി കോൺഗ്രസിനെ ഒഴിവാക്കാൻ എങ്ങനെയാണോ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ BJP കൂട്ടുപിടിച്ചത്, ഇപ്പോൾ BJPയുടെ കയ്യിൽ നിന്നുകൂടി കാര്യങ്ങൾ പോവുകയാണ്. മെയ്തി കുക്കി സംഘർഷം കയ്യിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഇലക്ഷൻ വരുമ്പോൾ സർക്കാരിനെ ജനം തൂത്തെറിയുകയാണ്. അവിടെ കോൺഗ്രസ് ജയിക്കുന്നു. ഇനി വരുന്ന നാളുകളിലും ഇത് തന്നെ ആകാനാണ് സാധ്യത പല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലും. അതുകൊണ്ട് മോദിയുടെ സന്ദർശനം മണിപ്പൂരിൽ മണിയുണ്ട് എന്ന് പറയുന്ന ഡയലോഗടിയിൽ മാത്രം തീരും. ഒരു തരത്തിലും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇത്രയും വലിയ കലാപത്തിൻ്റെ മുറിവുണങ്ങാത്ത സ്ഥലത്ത് പ്രധാനമന്ത്രി വരുന്നു എന്നൊരു വലിയ കാര്യമായി അവിടെ ജനങ്ങൾ കരുതുന്നതേയില്ല. കലാപത്തിൻ്റെ ഉത്തരവാദി സംസ്ഥാനത്തു നിന്ന് പുറത്തു പോവുക എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് അവിടെ ഒരു വിഭാഗം പ്രകടനം നടത്തിയത്. ഇങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു പ്രകടനം നടന്നതായി നമുക്ക് ഈ സമീപകാല ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇതാണ് സാഹചര്യം, ഇതാണ് സ്ഥിതി. അതുകൊണ്ട് പ്രധാനമന്ത്രി വന്നതുകൊണ്ട് വരാതിരുന്നത് കൊണ്ട് ഒരു കാലത്തും മണിപ്പൂരിൻ്റെ മുറിവുകൾ ഉണങ്ങില്ല. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുറിവുകളിൽ കുറച്ചുകൂടി ഉപ്പ് പുരട്ടുക മാത്രമേ ഉള്ളൂ. ആ മുറിവ് കുറച്ചുകൂടി തുറക്കപ്പെടുക മാത്രമേ ഉള്ളൂ. ആ മുറിവിൽ നിന്ന് ഇനിയൊരു കലാപം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കരുതുന്നതാണ്. സുജിയ, മണിപ്പൂർ മറക്കുമോ? മണിപ്പൂർ മറക്കുമോ എന്ന ചോദ്യത്തിൽ തന്നെ ഒരു ദുഷ്ടലാക്കുള്ളതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം മണിപ്പൂർ ആര് മറക്കുമെന്നാണ്. മണിപ്പൂർ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭാഗമായുള്ള ഒരു സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു രത്നമാണ്, അല്ലെങ്കിൽ തലയിലെ ശിരസിൽ വെച്ചിരിക്കുന്ന കിരീടത്തിലെ ഒരു രത്നമാണ് മണിപ്പൂർ. മണിപ്പൂർ ജനത മറക്കുമോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. മണിപ്പൂർ ജനത മറക്കേണ്ടത് എന്താണ്? മണിപ്പൂർ ജനത മറക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മെയ്തേയികളും കുക്കികളും നാഗാസും എല്ലാം ചേരുന്ന ആ ഒരു കമ്മ്യൂണിറ്റി സൗഹാർദ്ദത്തോടെ അവരുടെ പഴയ ഒരു ജീവിതത്തിലേക്ക് അവർ എതിർപ്പുകളില്ലാതെ കഴിയുന്ന കുറച്ചു കാലമെങ്കിലും അവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ സംഭവിച്ചത് അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ രണ്ട് ഗോത്ര വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നാഗാ ഗോത്രത്തിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നാഗാസിന്റെ ഭാഗത്തു നിന്നുള്ള അത്രയും ഒരു ആക്രമണങ്ങൾ നമ്മൾ അവിടെ കാണുന്നില്ല. പക്ഷേ കുക്കി മെയ്തേ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അത് അതേപടി നിലനിൽക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദുഷ്ടലാക്കോട് കൂടിയുള്ള ആഗ്രഹമാണ്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ മുതലെടുപ്പ് നടക്കുകയുള്ളൂ. ആ മുതലെടുപ്പിന്റെ രാഷ്ട്രീയം മാത്രമാണല്ലോ ഇന്ത്യ മുന്നണിക്ക്, വിശിഷ്യ കോൺഗ്രസിന് അറിയാവുന്നത്. അതുകൊണ്ട് ആ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം. അതുകൊണ്ട് തന്നെയാണ് അവിടെ പ്രഖ്യാപിച്ചത്, എന്തോ പ്രഖ്യാപിച്ചു എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. എന്തോ പ്രഖ്യാപിക്കുകയല്ല, അവിടെ കൃത്യമായി വികസന പദ്ധതികൾ അടക്കം പ്രഖ്യാപിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്. അത് മണിപ്പൂരിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായല്ലോ. അതും നടക്കില്ല എന്ന് കരുതി അതിനെതിരെ കൊടി ഉയർത്തിയത് ആരൊക്കെയാണ് എന്നുള്ളത് കേരളം കണ്ടതാണ്. ആ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അവിടെ കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെ കൈകോർക്കുമ്പോൾ അതിലും ഒരു ദുഷ്ടലാക്ക് കണ്ട ആളുകളും കേരളത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, കേരളം മാത്രമല്ല, കേന്ദ്രാനുമതി ഇല്ലാതെ ചൈനയുടെ അനുമതി അല്ലല്ലോ, കേന്ദ്രാനുമതിയാണ്. അതാണ് കേന്ദ്രം. അപ്പോൾ കേരളമായതുകൊണ്ട് അനുമതി കൊടുത്തില്ല, വൈകിപ്പിച്ചു, നടപ്പാക്കാൻ അനുവദിച്ചില്ല, ലാഭം ഉണ്ടാക്കാൻ അനുവദിക്കില്ല. പൈസ വെച്ച് വർത്താനം പറയാനായിട്ട് ഇത് ലാഭചന്തയല്ല. ഞാൻ എന്റെ ഭാഗം പൂർത്തിയാകട്ടെ. നമ്മൾ കലാപഭൂമിയിൽ വന്ന് വികസന പ്രഖ്യാപനം നടത്തുന്നതിനെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്താണ്? നിങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക്, കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഗൂഢലക്ഷ്യം അത് വളരെ പ്രകടമായി പുറത്തേക്ക് വരികയാണ്. അതാണ് മണിപ്പൂരിലെന്നല്ല, ഒരിടത്തും ശാന്തിയും സമാധാനവും ഒരിടത്തും ഉണ്ടാകേണ്ടതില്ല. എന്തെങ്കിലും കാര്യങ്ങളിൽ ചേർന്ന് പോയാൽ അവിടെ അപ്പോൾ CPIM-ഉം BJP-യും ഒന്നിച്ചാണ് എന്നൊരു കാടങ്ങിറക്കും. എന്നാൽ സ്വന്തം വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയത്തില്ല. ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കോൺഗ്രസ് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ കോൺഗ്രസ് ആണ്
വയനാട്ടിലെ ഇത്രയും മരണങ്ങൾ കാണാത്തവരാണ് മണിപ്പൂരിൽ മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വസ്തുത. മണിപ്പൂരിലേക്ക് വരാം. മണിപ്പൂരിന്റെ കുന്നുകൾ, ആ കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിച്ചത്. ഇവിടെ ചുരാചന്ദ്പൂരിലേക്കാണ് അദ്ദേഹം വന്നത്. ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് അത് കുക്കികളുടെയും നാഗകളുടെയും ഒക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രമാണ്. അല്ലാതെ മെയ്തേയ് വിഭാഗക്കാരുടെ താഴ്വരയിലേക്കല്ല പോയത് നരേന്ദ്രമോദി. മെയ്തേയ് വിഭാഗത്തിന്റെ കേന്ദ്രത്തിലേക്കല്ല നരേന്ദ്രമോദി പോയത്. BJPക്കും നരേന്ദ്രമോദിക്കും മെയ്തേയ് വിഭാഗത്തോടുള്ള താല്പര്യം കാരണം ഈ സംഘർഷത്തെ, കലാപത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുന്നവർ കാണേണ്ടത് ചുരാചന്ദ്പൂരിൽ 10 MLA-മാർ, കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 10 MLA-മാർ അദ്ദേഹത്തിന് ഒരു നിവേദനം ഇന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഈ സ്പെഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്തോ കുക്കി വിഭാഗത്തിനും നാഗാ വിഭാഗത്തിനും എതിരാണ്, BJP എതിരാണ് എന്ന ഒരു പ്രതീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വൃഥാവ്യായാമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്ത് മറ്റ് മാധ്യമങ്ങൾ കാണുന്നവർ, അല്ലെങ്കിൽ ഈ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നവർ, അവർക്കൊക്കെ കൃത്യമായി മനസ്സിലാകും. ഇവിടെ ഇരുന്നു കൊണ്ട് കുറച്ചുപേരെ കുറെ കാലം പറ്റിക്കാം, എല്ലാവരെയും എല്ലാ കാലവും പറയട്ടെ. കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ. അല്ല, കോടതി ചോദിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ കോടതിയേക്കാൾ വലിയ കോടതിയാവട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ലല്ല, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. ഇവിടെ നരേന്ദ്രമോദി ചെയ്തതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. നരേന്ദ്രമോദിയുടെ വകുപ്പാണ്, കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് ബിരേൻ സിംഗിന്റെ ഓഡിയോയുടെ ആധികാരികത ഉറപ്പുവരാതെ ഇതുവരെ റിപ്പോർട്ട് കൊടുക്കാത്തത്. തുടർന്നോളൂ. പറയാമോ മാഡം? ശരി സുജയ, ഈ സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്നുള്ളത് കുക്കികളുടെ എല്ലാ കാലത്തെ ആവശ്യമാണ്. കുക്കികളുടെ കേന്ദ്രത്തിലാണെന്നേ നരേന്ദ്രമോദി പോയത്. ചുരാചന്ദ്പൂർ, അത് പറഞ്ഞു തന്നെ പോകണം. ചുരാചന്ദ്പൂരിൽ കുക്കികളുടെ കേന്ദ്രത്തിലാണ് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അല്ലാതെ മെയ്തേയികളുടെ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയൊന്നുമല്ല അവിടെ സ്റ്റേജ് ചെയ്തത്. അവിടെ കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു ആ വേദിയിൽ എന്നുള്ളത് ആ ദൃശ്യം എടുത്ത് നോക്കിയാൽ കാണാം. എത്ര പേരാണ് ആ പരിപാടിയിലേക്ക് വന്നത്. 3 or 4 പേർ നടത്തിയ ഒരു പ്ലക്കാർഡിനെയാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുക. കാരണം നരേന്ദ്രമോദിക്കെതിരെ നമ്മൾ കുറ്റം പറയണം. നരേന്ദ്രമോദിയും BJPയും എപ്പോഴും തെറ്റാണെന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്തോ സംഭവിച്ചു പോകും. നരേന്ദ്രമോദിയെ BJPയെ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് ഇതിനപ്പുറം ഒന്നും കാണാൻ കഴിയില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച ചെയ്യുന്നത്? 250 പേർ മരിക്കുകയും, ഞാൻ പറയട്ടെ, അത്രയും പേർ മരിക്കുകയും 60,000 പേർ പലായനം ചെയ്യുകയും ചെയ്ത ഒരു സ്ഥലത്തേക്ക് അന്നൊന്നും വരാതെ 2.5 വർഷത്തിന് ശേഷം വന്ന് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനോ മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാനോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അവകാശമില്ല എന്നാണോ നിങ്ങളപ്പോൾ ഉദ്ദേശിക്കുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുമെന്നേ. അതിനായിട്ടുള്ള സമാധാനത്തിന്റെ പാതയിലേക്ക് മണിപ്പൂർ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കൃത്യമായി പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുക. അല്ലാതെ ഇവിടെ നിങ്ങൾ കത്തിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണിപ്പൂരിലേക്ക് എത്തി കൂടുതൽ കലാപത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ, കാരണം പണ്ട് ഭരിച്ചതാണല്ലോ മണിപ്പൂർ, മറക്കാൻ കഴിയില്ലല്ലോ. പ്രധാനമന്ത്രി പോയിരുന്നെങ്കിൽ കൂടുതൽ കലാപം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വളച്ചൊടിക്കുന്ന കോൺഗ്രസിന്റെ ന്യായം അവിടെ ഇരിക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ എന്റെ ചോദ്യം കോൺഗ്രസിന്റെ ന്യായം പറയണ്ട, കോൺഗ്രസിന്റെ ന്യായം കോൺഗ്രസ് പറയട്ടെ. ഞാൻ ചോദിച്ചത് അല്ല, അസഹിഷ്ണുതയല്ല. ഞാൻ ചോദിച്ചത് അസഹിഷ്ണുത കാണുകയല്ലേ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നതിനാണ്. പറഞ്ഞോളൂ. ഇതിനിടയ്ക്കുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജിമ്മി ജെയിംസ് പറഞ്ഞപ്പോൾ ഒരു വാചകം പോലും ഇടപെടാതിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാം കാണുന്നുണ്ട്. അത് തന്നെയാണ് മാഡം മനസ്സിലാക്കേണ്ടത്. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കാണുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് കാണുന്നുണ്ട്. പറഞ്ഞോളൂ. ശരി, അപ്പോൾ താങ്ക്സ്. എന്തായാലും തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി തന്നല്ലോ. അപ്പോൾ മണിപ്പൂർ മറക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടതിന്റെ തന്നെ ഉദ്ദേശം ഇപ്പോൾ ഇതിനകം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്തായാലും ഈ പലായനത്തെക്കുറിച്ച് തന്നെ പറയാം. പലായനം നടന്നത്, അല്ലെങ്കിൽ പലായനം നടത്തിയ ആളുകൾ ഏത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്? ആ കണക്കുകൾ മാഡത്തിന് അറിയാമോ? ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് കൂടുതൽ പലായനം ചെയ്തതെന്ന്? സാറിനോടല്ല, മാഡത്തോടാണ്. പലായനം ചെയ്തവർ ഏത് ഗോത്ര വിഭാഗം? അല്ല, കുക്കികളല്ല, മെയ്തികളാണ് കൂടുതൽ പോയത് എന്ന് പറയാനാണല്ലോ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ സത്യം. അതാണല്ലോ സത്യം. അല്ലെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. വസ്തുതാവിരുദ്ധമാണ്. 258 പേർ മരിച്ചതിൽ 200-നടുത്ത ആളുകൾ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ്. പലായനത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. നിഷേധിക്കുമോ? ആ ഉത്തരത്തിലേക്ക് വരാം. നിഷേധിക്കുമോ? നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ്. നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ ക്യാമ്പിൽ പോയതാണ്, അവിടെ അനുഭവങ്ങൾ കണ്ടതാണ്. പാർഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വസ്തുതകൾ പറഞ്ഞു പോകണം. പലായനം ചെയ്തവരെ കുറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. താങ്കളോട് ഞാൻ ചോദിച്ചില്ല, ഞാൻ പേരെടുത്തു. മാഡത്തോടാണ് ചോദിച്ചത്. മാഡം ഇങ്ങോട്ട് പറഞ്ഞത്
സ്കൂളാണ് അത് താങ്കൾ നേരത്തെ വിചാരിക്കണം എന്നോട് ചോദിക്കുമ്പോൾ. അല്ല ഇങ്ങനെയുള്ള മോശം പരാമർശം അനുവദിക്കാൻ പറ്റില്ല. 60,000 പേർ മോശം പരാമർശം എന്താണ്? മോശം പരാമർശം എന്ന് ചോദിച്ചത് എന്താണ്? അല്ല സുജി എന്താണ് ഒരുമാതിരി ഭയങ്കര ക്വസ്റ്റ്യൻ ചെയ്യുന്ന മാതിരി ചോദിക്കുന്നത്? നമുക്ക് അങ്ങോട്ട് കൊണ്ട് പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് എന്താണ് മാന്യത കാണിച്ചത്? സുജിയോട് 60,000 മാഡത്തിന്റെ ചോദ്യത്തിന്റെ 60,000 പേർ പലായനം ചെയ്തു പോയി. ഇത് ശരിയാവില്ല. മാഡം പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു നിർത്തി. അല്ല പറയൂ, ഞാൻ പറഞ്ഞു നിർത്തി. മാഡം പറഞ്ഞോളൂ. ഇല്ല സുജയ മാഡം ചർച്ച തുടരുന്നേ. സുജയ പറയൂ. പ്രധാനമന്ത്രി അവിടെ വന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് മേധേ വിഭാഗത്തിന്റെ ലാൻഡിലല്ല, കുക്കികൾക്കിടയിലേക്കാണ് പോയത്. കുക്കികൾക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ കുക്കികൾക്കിടയിലേക്കാണ് പോയത്. ശരി, മേധേ വിഭാഗം അവിടെ നിന്ന് മുഴുവൻ പലായനം ചെയ്തു പോയി. ബാക്കി പറഞ്ഞോളൂ. മാഡം പറഞ്ഞോളൂ. അല്ല പറയൂ, സുജയ പറയൂ. നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഇവിടെ വളരെ ആധികാരികമായി പറയുന്നത്. സുജയ പറയൂ. ആധികാരികമല്ല, സുജയുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമാണ്. നമ്മൾ ഒന്നിച്ചെടുത്ത വിഷയത്തിൽ, ഒന്നിച്ചെടുത്ത ചോദ്യത്തിൽ ആ ചോദ്യത്തിന് മുന തന്നെ ശരിയല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും മോശമായ കാര്യം. മാഡത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അല്ലല്ല, ചോദ്യം നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നു. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ പറയണമായിരുന്നു. അല്ലാതെ ആ ചോദ്യത്തിൽ തന്നെ ദുഷ്ടലാക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ ചർച്ച തുടങ്ങേണ്ടത്. മണിപ്പൂർ ജനത മറക്കുമോ എന്നുള്ളത് ദുഷ്ടലാക്കാണെങ്കിൽ ജനം വിലയിരുത്തട്ടെ. സുജയ ബാക്കി പറയൂ. മാഡത്തിന്റെ പറയുന്ന ഇല്ലല്ലേ, മാഡം പറഞ്ഞോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സുജിക്ക് അഭിപ്രായമില്ല ഇനി ചർച്ചയിൽ? ഇല്ലില്ല. അങ്ങനെയല്ല. നമ്മളിപ്പോ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ എന്തായാലും 250 പേര് മരിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. 2 സ്ത്രീകൾ നഗ്നരായി അവിടെ കൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ, ആ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ നമ്മൾ മറക്കാത്തതുകൊണ്ട് മണിപ്പൂർ ജനതയും മറക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതാണ് ചോദിക്കുന്നത്. അത് പറയുമ്പോൾ എന്തിനാണ് സുജി ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെട്ട മാഡത്തോട്? പിന്നെ മാഡമല്ലേ ഇവിടെ അസഹിഷ്ണുത കാണിച്ചത്? 4 വാചകം പറഞ്ഞപ്പോൾ ഇവിടെ ഇടപെട്ടു, 2 പേര് ഇടപെട്ടു. ശരി, ഇനി ആരും ഇടപെടണ്ട. ഞാൻ സുജയ ഫുള്ള് പറഞ്ഞു. എനിക്ക് പറയാനില്ല ഇനി. എന്താ വികസന നേട്ടങ്ങൾ പറയാനില്ലേ? ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നു. അല്ല, അങ്ങനെ വിട്ടു തരണ്ട. സുജയ് വിട്ടു തന്നിട്ടുള്ള സമയം നമുക്ക് വേണ്ട. സുജയ് പറയൂ. 3 പേർക്കും സംസാരിക്കാനുള്ള സമയം. മാഡം പറഞ്ഞോളൂ. ഇല്ല, ഇടപെടുന്നില്ല സുജയ, പറയൂ. മാഡം പറയുന്നത് കേൾക്കട്ടെ. ഞാൻ ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കുമല്ലോ, എന്തായാലും കേൾക്കുമല്ലോ. ഞാൻ പറയുകയും ചെയ്യും. ഇല്ലല്ലോ, സുജയുടെ ഊഴമാണ്. സുജയ പറയൂ. ഞാൻ മോഡറേറ്റർ ആണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ പറയുന്നുള്ളൂ. സുജയ് ഇപ്പൊ അങ്ങനെയല്ലോ സാധാരണ. മാഡം ഒക്കെ പറഞ്ഞിട്ടല്ലേ എന്റെ അടുത്ത്. സുജയ് ഇപ്പോൾ പറയൂ. ഏറ്റവും അവസാനമല്ലേ ഞാൻ പറയാറ്. ഞാൻ അത് പാലിക്കണം, മര്യാദ പാലിക്കാൻ. ഇല്ല, മര്യാദ പാലിക്കണം. ഞാൻ സുജയോട് പറയാണ്, മോഡറേറ്റർ നൽകി പറയാം. അങ്ങനെയാണെങ്കിൽ മോഡറേറ്റർ എന്നെ സംസാരിക്കാൻ പൂർണ്ണ അതാണ് പറഞ്ഞത്. ഇനി സുജയ്ക്ക് തടസ്സങ്ങളില്ല, പറയൂ. ശരി, ആ മാന്യതയ്ക്ക് നന്ദി. ഇനി ഇപ്പോൾ തടസ്സപ്പെടുത്താത്ത രീതിക്ക് ഞാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ പറയാം. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് മണിപ്പൂർ സാഹസികതയുടെ ഭൂമിയാണ്, കുന്നുകൾ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. ഇവിടെ ചുരാചന്ദ്പൂരിൽ വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്നതിനായി പ്രധാനമന്ത്രി എത്തിയതിലെ കാലതാമസമാണ് ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ അവിടെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതുകൂടി ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇവിടെ 7000 പുതിയ വീടുകൾ അത് പലായനം ചെയ്തവർക്ക് വേണ്ടി നിർമ്മിക്കുമെന്നാണ് അനൗൺസ് ചെയ്തത്. അതിൽ 500 കോടി രൂപ അവർക്കായുള്ള പ്രത്യേക പാക്കേജ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? അതാണ് ഇന്ന് അറിയേണ്ട ചോദ്യം. ഇത്രയും പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ, ആ പാക്കേജുകൾ അനൗൺസ് ചെയ്യുമ്പോൾ, ആ പാക്കേജുകൾ മറച്ചു വെക്കുക. അതോടൊപ്പം 864 ദിവസം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത് എന്ന് നരേന്ദ്രമോദിയോട് ചോദിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദി അവിടെ വന്നിട്ട് നടത്തിയ പ്രഖ്യാപനം ഇവിടെ, അത് മറവിയിലേക്ക് മാറ്റിവെക്കുക. ഇതാണ് സെലക്റ്റീവായിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഞാൻ ഇവിടെ എതിർത്തത്. അല്ലാതെ ആരോട് ഞാനൊരു ബഹുമാനപ്രവവും ഇവിടെ കാണിച്ചിട്ടില്ല. ഇവിടെ മെയ്തേ, കുക്കി വിഭാഗങ്ങൾ, ഈ 2 വിഭാഗങ്ങളും 2ആയി നിൽക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിനകം തന്നെ ഫുട് ഹോൾഡ് നഷ്ടപ്പെട്ട മണിപ്പൂരിലേക്ക് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതയുള്ളൂ. നിലവിൽ അതിനുള്ള ഒരു സാധ്യതയുമില്ല അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ആ സംസ്ഥാനത്ത് വികസനം വരികയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കൽ അവിടെ നടക്കില്ല എന്നത് വസ്തുതയാണ്. ഇവിടെ ചുരാചന്ദ്പൂരിലെ പിസുൻമുൻ ഗ്രാമം, അവിടെ മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഘർഷം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ നടന്നത്. അവിടെ പ്രദേശവാസികൾക്കിടയിലുണ്ടായ ഏറ്റുമുട്ടൽ പിസുൻമുൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അതവിടെ കണ്ടെയ്ൻ ചെയ്തു, അല്ലെങ്കിൽ ആ സംഘർഷം അവിടെ അവസാനിപ്പിക്കപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോഴേക്കും സംഘർഷമാണ് എന്നതാണല്ലോ നമ്മൾ കേട്ട നറേറ്റീവ്. പക്ഷേ അത് പരിശോധിച്ച് നോക്കുമ്പോൾ പിസുൻമുനിൽ ഉണ്ടായിട്ടുള്ള സംഘർഷം മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി 21ാം നൂറ്റാണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബൊക്കെ ഓഫ് വിസിറ്റ്. അത് ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എല്ലാമായി തന്നെ ആസൂത്രണം ചെയ്ത വിസിറ്റാണ്. അതിനെയാണ് മണിപ്പൂരിലേക്ക് വരേണ്ട ഗതികേട് കൊണ്ട് വന്നു പോയതാണ് എന്ന ഒരു ആഖ്യാനം ചമയ്ക്കുന്നത്. അതിനെയും ഞാൻ എതിർക്കുകയാണ്. ഇവിടെ കുക്കീസോയുടെ ട്രൈബൽ MLA-മാർ, ഞാൻ മനസ്സിലാക്കുന്നത് 10 പേരാണ്. സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ വേണം, അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി ട്രൈബൽസിന് വേണം എന്ന ആവശ്യം പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. അത് കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA-മാരാണ്. BJP അനുഭാവികളായ അല്ലെങ്കിൽ BJP-യിൽ അംഗങ്ങളായ ആളുകളുമുണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട MLA-മാരിൽ 7 പേരെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും പേർ അവിടെ ചെല്ലുമ്പോൾ മെയ്തേ വിഭാഗത്തിൻ്റെതാണ്, അല്ലെങ്കിൽ മെയ്തേ വിഭാഗത്തിന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന ആഖ്യാനം അവിടെ തെറ്റുകയാണ്. അതുകൊണ്ട് ഈ വിഷയം, ഈ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അതും സെലക്റ്റീവായി മറച്ചു വയ്ക്കപ്പെടുന്നു. ഇനി എത്നിക് വയലൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഗോത്രങ്ങൾക്കിടയിലെ പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എത്നിക് വയലൻസ് തുടങ്ങി വെച്ചത് ആരാണ്? BJP ആണോ?
BJP ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ BJPയുടെ ഭാഗമായി മറ്റ് പ്രാദേശിക സംഘടനകൾ വരുമ്പോഴാണോ ഈ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ തുടങ്ങിയത്? അതിനു മുൻപും കുറെ കാലം കോൺഗ്രസ് അടക്കം അവിടേക്ക് കയറി ഇറങ്ങിയതാണല്ലോ. അന്നൊന്നും ഈ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്നിക് വയലൻസ് എന്ന് പറയുന്നതിനെ സെലക്റ്റീവായിട്ട് മാറ്റിവെച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ ബിരേൻ സിംഗ് സർക്കാരാണ് ഇവിടെ ഈ ആക്രമങ്ങളെല്ലാം ആഹ്വാനം ചെയ്തത്, മണിപ്പൂരിലെ കലാപം ഉണ്ടാക്കിയത് ബിരേൻ സിംഗും സംഘവുമാണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവാണ് കഴിഞ്ഞ 2 വർഷമായി പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഡോമിനന്റ് ആയിട്ടുള്ളത് മെയ്തേ ഗോത്രമാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാലിയിൽ താമസിക്കുന്ന മെയ്തേ വിഭാഗത്തിനുള്ള ഒരു ഡോമിനൻസ് അത് മണിപ്പൂരിൽ ഉണ്ട്. അവിടെ അവർക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള കോടതി ഉത്തരവാണ് ഈ കലാപങ്ങൾക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ 864 ദിവസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ട ഒരാളുടെയും മരണത്തിൽ ആ മരണത്തെ നമ്മൾ മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. അവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ അതൊരു ആവർത്തനത്തിലേക്ക് പോകാതിരിക്കണം. അതുകൊണ്ടാണ് സമാധാനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സമാധാനം ഇഷ്ടമല്ലാത്ത സംഘർഷങ്ങൾ ഉണ്ടായാലേ അതിൽ നിന്ന് തങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ കലാപമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ കുക്കീസോ കമ്മ്യൂണിറ്റിയിലെ 40,000 പേർ പലായനം ചെയ്തു, മെയ്തേ വിഭാഗത്തിലെ 20,000 പേർ പലായനം ചെയ്തു. അങ്ങനെ ആകെ 60,000 പേർ ഡിസ്പ്ലേസ്ഡ് ആയി എന്നതാണ് കണക്ക്. ആ കണക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ മനുഷ്യരെയൊക്കെ തിരിച്ചു കൊണ്ടുവരണ്ടേ? സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് ആ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതോ എല്ലാ കാലവും അവരിങ്ങനെ ചിതറിക്കിടന്നാൽ മതിയോ? മണിപ്പൂരിൽ സംഘർഷമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല വ്യക്തിപരമായി. കാരണം അവിടുത്തെ സംഘർഷങ്ങൾ അവസാനിക്കണം. മണിപ്പൂർ എന്നല്ല, ഏത് സ്ഥലത്തായാലും ഇന്ത്യയിൽ എവിടെയായാലും അവിടെ സമാധാനത്തോടെ ആളുകൾ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ സംഘർഷം ഉണ്ടായാൽ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭമുണ്ടാക്കാമെന്ന് കരുതുന്ന ഒരു ചിന്താഗതി എന്തായാലും എനിക്കില്ല. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? അധികാരത്തിലെത്തി 11 വർഷത്തിന്റെ നോർത്ത് ഈസ്റ്റിലെ ഏക സംഘർഷം മാത്രമൊന്നുമല്ല മണിപ്പൂരിൽ നടക്കുന്നത്. പലയിടങ്ങളിലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ, സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഇവിടെ മണിപ്പൂരിലും കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ മണിപ്പൂരിൽ എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്തിട്ട് അങ്ങ് പോയതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വന്നിട്ടാണ്. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ സ്വാതന്ത്ര്യാനന്തരം കുറെ കാലമായി രാജ്യം ഭരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല, അധികാരത്തിലുണ്ടായിരുന്നു. എത്രത്തോളം ഭരിച്ചിട്ടുണ്ട് എന്ന് മണിപ്പൂരിന്റെ സ്റ്റാറ്റസ് കോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് എന്നാണ് എന്നതുകൂടി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. മണിപ്പൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ സംസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മണിപ്പൂർ ഒരു വികസന പാതയിലേക്ക് പോകുന്നു എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്നേ. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കിയത് വഴി ഇപ്പോൾ എത്ര ഗുണഭോക്താക്കളുണ്ട് എന്നതുകൂടി നോക്കണം. 5 ലക്ഷം രൂപ വരെ ഫ്രീ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി ഇന്ന് മണിപ്പൂരിൽ ഈ സ്കീമിന് കീഴിൽ 2.5 ലക്ഷം പേഷ്യൻസ് എങ്കിലും ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ ഒന്നും ചെയ്തിട്ടില്ല, മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, മണിപ്പൂരിനെ പൂർണ്ണമായും മറന്നു കളഞ്ഞു എന്ന് പറയുന്ന ആഖ്യാനം നിലനിൽക്കില്ല. അതുപോലെ തന്നെ നേരത്തെ അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായി അല്ലെങ്കിൽ മണിപ്പൂരിൽ BJPക്ക് അനുകൂലമായ ജനവിധി വരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ അവിടെ കുടിവെള്ളം എങ്ങനെയായിരുന്നു എത്തിയിരുന്നത്? മണിപ്പൂരിലേക്ക് വെള്ളം എത്തിക്കാൻ പോലുമെങ്കിലും ഈ കലാപത്തെക്കുറിച്ച് എടുത്തു പറയുന്ന, വിമർശിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും ഒക്കെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 കൊല്ലം മുമ്പ് വരെയുള്ള കണക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 30,000 വീടുകളിലാണ് ആകെ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിരുന്നത്. ഇന്നിപ്പോൾ 2025 സെപ്റ്റംബർ 13 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം വീടുകളിൽ പൈപ്പ് വഴി കുടിവെള്ളം എത്തിയിട്ടുണ്ട്. ഇതും പറയില്ല, കാരണം ഇതും നരേന്ദ്രമോദിക്ക് അനുകൂലമാകും, അത് നമ്മൾ പറയാൻ പാടില്ല എന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറയില്ല. ഇനിയിപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയോടും BJPയോടുമുള്ള വെറുപ്പ് അത് മെയ്തേ വിഭാഗങ്ങളെ ഇളക്കി വിടുകയാണ് BJP എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചാലും 2026 തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ BJP അല്ലെങ്കിൽ NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെയുള്ളത് ഒരു ട്രഡീഷണൽ റൈവൽറിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം വിചാരിച്ചാൽ തീരുന്ന ഒരു കാര്യമൊന്നുമില്ല. ആ ട്രഡീഷണൽ റൈവൽറി നിൽക്കുന്നത് മെയ്തേസ് ആൻഡ് കുക്കീസ് തമ്മിലാണ്. അതാണ് അവിടെ അവസാനിപ്പിക്കേണ്ടത്. അവിടെ ഈ ഹില്ലി റീജിയണും വാലീസും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അപ്പോൾ ഈ ഹില്ലി ഏരിയയിൽ താമസിക്കുന്നവരും വാലീസിൽ താമസിക്കുന്നവരും തമ്മിൽ അവരുടെ പല രീതികളിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ഒരുപക്ഷെ വികസനം വരുമ്പോൾ അവർ മാറിയെന്ന് വരാം, വികസന പദ്ധതികൾ വരുമ്പോൾ മാറിയെന്ന് വരാം. നേരത്തെ പൈപ്പ് വഴി കുടിവെള്ളം എത്താതിരുന്ന കാലത്ത് നിന്നും അവരിപ്പോൾ 3.5 ലക്ഷം വീടുകളിലേക്ക് എന്ന രീതിയിലേക്ക് മാറിയില്ലേ? അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് കൂടിയില്ല. അപ്പോൾ അതുപോലെ വികസനം വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിത രീതികളിൽ മാറ്റം വരുമ്പോൾ ഈ സംഘർഷങ്ങളും അവസാനിച്ചേക്കാം. അപ്പോൾ ആ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഒരു കാലത്തും സമാധാനം വരില്ല എന്ന മട്ടിലുള്ള ഒരു കാഴ്ചപ്പാടോടെയല്ല ഈ വിഷയങ്ങളെ കാണേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. മണിപ്പൂർ മറക്കുമോ എന്ന ചോദ്യത്തിന് മണിപ്പൂർ മറക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മണിപ്പൂർ മാത്രമല്ല, നമ്മൾ ആരും മറക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം പൂർണ്ണമായും മറന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം അവിടെ എത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ
അവിടുത്തെ കുക്കീസോ ഗ്രൂപ്പുകൾ പറയുന്നത് കണ്ണീരോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല എന്നാണ്. കണ്ണീരോടെ അവർ നൃത്തം ചെയ്യാൻ അവരുടെ പരമ്പരാഗത രീതിയാണല്ലോ നൃത്തം ചെയ്ത് സ്വാഗതം ചെയ്യുക. കണ്ണീരോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല എന്നാണ് കുക്കി വിഭാഗം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി വന്ന് ഇന്ന് പ്രസംഗിക്കുന്നു. 7300 കോടിയുടെ വികസന പദ്ധതി ഒരിടത്ത്, ഇംഫാലിൽ 1200 കോടിയുടെ മറ്റൊരു വികസന പദ്ധതി, അങ്ങനെ വലിയ കോടികളുടെ പദ്ധതി പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. പരസ്പരം സമാധാനത്തിൽ കഴിയണമെന്ന് മോദി പറയുകയാണ്. ആക്രമണങ്ങളൊക്കെ അപലപിക്കുകയാണ്. എപ്പോഴാണ് 2 വർഷം കഴിഞ്ഞ് 4 മാസവും കഴിഞ്ഞ് വികസന പദ്ധതി പ്രഖ്യാപിക്കാനായി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആക്രമണങ്ങൾ നടത്തരുത്, പരസ്പരം സമാധാനത്തിൽ കഴിയണം, അല്ലെങ്കിൽ അത് പൂർവികരോടുള്ള നന്ദികേടാവുമെന്ന് അദ്ദേഹം പറയുന്നു. സമാധാനത്തിൻ്റെയും വികസനത്തിലെയും പാതയിലേക്ക് വരണമെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം കലാപബാധിതരായി കുറച്ചുപേരെ കാണുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ വാചകമാണ്, മണിപ്പൂർ ധീരന്മാരുടെ നാടാണ്, ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. അദ്ദേഹം തലകുനിക്കേണ്ട സമയം കടന്നുപോയി. കാരണം അന്ന് ആ കലുഷിതമായ ആ സമയങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ പോയിരുന്നു, അവിടെയുള്ള ആളുകളെ കണ്ടിരുന്നു. സ്ത്രീകൾ കണ്ണീരോടെ അദ്ദേഹത്തിനോട് അനുഭവങ്ങൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്നു മുതൽ പ്രതിപക്ഷം പറയുന്നു, മണിപ്പൂരിലെ ജനത പറയുന്നു, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണം, കാണണം എന്ന് പറയുന്നു. അത് കണ്ടില്ല. നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ അവിടെ പോയിരുന്നു. അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ജീവിതാവസ്ഥ നമ്മൾ കണ്ടതാണ്. അവനവൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയാതെ ഇരുവിഭാഗവും ഏത് രൂപത്തിൽ സംഘർഷത്തിലേക്ക് പോയി. സുജയ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. കാലങ്ങളായിട്ടുള്ള ഒരു സംഘർഷം നടക്കുന്ന ഒരു മേഖലയാണ് മേത്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ. പക്ഷേ ആ മേഖലയിലെ ആ സംഘർഷങ്ങൾക്ക് ഒരു ഇടവേളയുണ്ടായിരുന്നു. 2008 ഒരു സമാധാന കരാർ ഉണ്ടായിരുന്നു. ആ സമാധാന കരാർ പ്രകാരം കുറച്ചു കാലമെങ്കിലും സമാധാനത്തോട് കഴിയുകയായിരുന്നു. ഒരു വലിയ കലാപം ഒരു സംസ്ഥാനത്തുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം ആ സംസ്ഥാന സർക്കാരിനുണ്ട്. ആ സംസ്ഥാന സർക്കാർ അത് നിറവേറ്റിയിട്ടില്ല എന്ന് സുപ്രീം കോടതി അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാർ നിറവേറ്റിയില്ല. അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആഭ്യന്തരമന്ത്രി അപ്പോഴും മുഖ്യമന്ത്രിയെ മാറ്റാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം ബൈരന് അവിടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എത്രത്തോളം എതിർപ്പുണ്ടായിട്ടും അവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു. പിന്നീട് പാർട്ടിക്കകത്തു നിന്ന് തന്നെ വന്നിരുന്ന ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിവെച്ച് ഒഴിയേണ്ടി വന്നത്. അങ്ങനെ ആ സംഘർഷത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായിരുന്നില്ല ഈ സർക്കാർ എന്നുള്ളതാണ്. 2 യുവതികൾ എങ്ങനെയാണ് റേപ്പ് ചെയ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. അവനവൻ്റെ വീട്ടിൽ നിന്നും ഓടിപ്പോകേണ്ടി വന്ന 2 സ്ത്രീകൾ, ഒന്ന് ഒരു ചെറുപ്പക്കാരി, മറ്റൊന്നൊരു 45-കാരി, 2 പേരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവിടെ നിന്നും മേത്തേ വിഭാഗത്തിൽ ഒരു വിഭാഗം ആയുധങ്ങളുമായി അവരെ തടഞ്ഞു വെക്കുന്നു. സഹോദരൻ്റെ മുന്നിൽ വെച്ച സഹോദരനെ കൊല്ലുന്നു. അന്ന് അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു. അതിനുശേഷം അവർ വസ്ത്രങ്ങളൊന്നുമില്ലാതെ അവർ ഓടി രക്ഷപ്പെട്ട ഒരു കാട്ടിലേക്ക് പോകുന്നു. പിറ്റേന്ന് അവിടെ നിന്നും പോലീസിൻ്റെ വാഹനം കാണുമ്പോൾ പോലീസിൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. പോലീസ് രക്ഷിക്കുമെന്ന് കരുതി. പക്ഷേ അതും സംഭവിക്കുന്നില്ല. പോലീസ് അവരെ ഇട്ടിട്ട് പോവുകയാണ്. ആ തരത്തിൽ നിസ്സഹായമായ സ്ത്രീകളുടെ അവസ്ഥ, കരയുന്ന സ്ത്രീകളുടെ അവസ്ഥ, 6000 പേർ പലായനം ചെയ്ത അവസ്ഥ, വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ 60,000 പേർ പലായനം ചെയ്ത അവസ്ഥ, വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മേത്തേ വിഭാഗം എന്തായുധങ്ങളാണ് ഉപയോഗിച്ചത്? പോലീസിന്റെ സംവിധാനങ്ങൾ, സൈന്യത്തിൽ നിന്നുള്ള പിടിച്ചെടുത്ത സൈന്യത്തിൽ നിന്ന് കിട്ടുന്നു. അതായത് മേത്തേ വിഭാഗത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ മേത്തേ വിഭാഗമാണുള്ളത്. ഈ മുഖ്യമന്ത്രി മേത്തേ വിഭാഗമാണ്. 60 MLA-മാരിൽ 40 പേരും മേത്തേ വിഭാഗമാണ്. അവർക്കാണ് സ്വാധീനം. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പറയുന്ന കുക്കികൾക്ക് സ്വന്തം രാജ്യം വേണമെന്ന ആവശ്യം അവർ പറയുന്നത്, അവർ അവിടെ അസ്വസ്ഥരാണ്, അവർ അവിടെ പിന്നാക്കം, അവരെ അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. വലിയ വിഭാഗം ഗ്രേറ്റർ നാഗാലാൻഡുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവർ നാഗകളുമായിട്ട് ഏറ്റുമുട്ടലവർക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മേത്തേ വിഭാഗമായി ഏറ്റുമുട്ടുന്നത്. അവരെ സംബന്ധിച്ച് അവരെ അംഗീകരിക്കുന്നില്ല എന്നൊരു ആശങ്ക അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് അവിടെ ഈ പറഞ്ഞ മാതിരി വംശീയ ഈ ട്രൈബായി ഞങ്ങളെയും പരിഗണിക്കണമെന്ന ആവശ്യം മേത്തേ വിഭാഗം വയ്ക്കുന്നത്. അത് ഹൈക്കോടതി അനുവദിക്കുന്നു. അതിൻ്റെ ഭാഗമായത് നടപ്പാക്കാനായി പ്രക്ഷോഭം തുടങ്ങും. അതാണ് ഈ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ വരികയാണ്. BJP അധികാരത്തിൽ വന്ന ശേഷം എന്ത് ചെയ്തു? ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു എന്നൊരു തീരുമാനം വരുന്നു. ആ അനധികൃത കുടിയേറ്റക്കാരിൽ ഞങ്ങളുണ്ടോ എന്ന് കുക്കി വിഭാഗം ആശങ്കപ്പെടുകയാണ്. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടാകുന്നത്. ഹിന്ദു വിശ്വാസികളാണ് മേത്തേ വിഭാഗം, അവരാണ് അവിടെ ഭൂരിപക്ഷം. അപ്പുറത്ത് വരുന്ന കുക്കി വിഭാഗം, അവർ ഈ പറയുന്ന മലയോര മേഖലയിൽ കഴിയുന്നവരാണ്. അവർ ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. അവരുടെ പള്ളികൾ അടക്കം തകർത്തത്, പള്ളികൾ കത്തിച്ചത്, ഇതൊക്കെ നമ്മൾ കേരളത്തിലും എത്ര ദിവസം ചർച്ച ചെയ്താണ്. ബിരേൻ സിംഗിന്റെ ഓൺ റെക്കോർഡ് മെയ്ത്തികളെ കുറിച്ച് പറയുന്നത്, ഡ്രഗ് പെഡ്ലേഴ്സ്, പോപ്പി അഗ്രികൾച്ചറേഴ്സ്, വനഭൂമി കയ്യേറുന്നവർ എന്നതടക്കമുള്ള
മെയ്ത്തി വിഭാഗത്തെയൊക്കെ പറയാനുള്ളത് മുഴുവൻ പരസ്യമായി പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഭരിച്ചത്. കലാപം ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതെ, കലാപം അതിനെ അംഗീകരിക്കുന്ന മട്ടിലായിരുന്നു. അവർക്ക് അവിടെ തുറന്ന് എല്ലാവരും ആക്രമിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാമ്പുകളിൽ എങ്ങനെ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ തന്നെ അവിടെ പോയിട്ടുള്ളതാണ്. അവിടുത്തെ സാഹചര്യം കണ്ടിട്ടുള്ള ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവരെയൊക്കെ പോയി കാണാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നു, പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. പ്രധാനമന്ത്രി അത്രത്തോളം പ്രതിഷേധം ഉയർന്ന ശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അതും വലിയ വിമർശനങ്ങൾ വന്ന ശേഷമാണ് ആ പ്രതികരണം നടത്താൻ തയ്യാറായത്. അതും ഈ പറയുന്ന റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വിഷയമടക്കം വലിയ ചർച്ചയായി വന്ന ഘട്ടത്തിൽ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടത്തേക്ക് 2 വർഷവും 4 മാസത്തിനും ശേഷം ഞാനിതാ വികസനം കൊണ്ടുവരുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ട വിധത്തിൽ ഒരു പ്രചാരണം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഗോദി മീഡിയ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രിയുടെ വലിയ വികസന പ്രഖ്യാപനങ്ങളും തന്നെയാണ് വാർത്തയാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോലെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് കുറേ പേരെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഈ മണിപ്പൂർ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് മുഴുവൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് BJP പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ തമ്മിൽ നേരത്തെയുള്ള സംഘർഷമാണ്, ആ സംഘർഷം അതിൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഒരു സംഘർഷം അതിലുമപ്പുറം കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടവർ അത് നിയന്ത്രിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരു തുടർച്ചയുണ്ടാകില്ലേ മാഡം? 2023 മെയ്ക്ക് ശേഷം 60,000 പേർ പലായനം പാർലമെന്റിൽ അമിത്ഷാ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അത് മറച്ചു വെക്കരുത്. നോക്കൂ, അമിത്ഷാ കൊടുത്ത മറുപടി ഒന്നും കാര്യമില്ല. കാരണം അവിടെ മുഖ്യമന്ത്രിയെ മാറ്റിയില്ല. അതിനുശേഷം സംഘർഷങ്ങൾ അവിടെ തുടർന്നു. മുഖ്യമന്ത്രിയായ അദ്ദേഹം അവിടെ തുടരുകയും ചെയ്തു. പിന്നീട് എങ്ങനെയാണ് അതിനകത്ത് തന്നെ രാഹുൽ ഗാന്ധി ഉള്ളി നറേറ്റീവ് ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അതിനകത്ത് നിന്ന് തന്നെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ആവശ്യപ്രകാരമാണ് ബീരൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നത്. അങ്ങനെയാണ് പുറത്തു പോകുന്നത്. അല്ലാതെ വേറെ ഒരു നടപടിയും എടുത്തിട്ടില്ലായിരുന്നു. ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും സുപ്രീം കോടതിയിൽ വിമർശനം ഉയർന്നിട്ട് പോലും ബീരൻ സിംഗ് അവിടെ തുടരുകയായിരുന്നു. പിന്നീട് എങ്ങനെയാണ് പാർട്ടിക്കകത്ത് നിന്ന് പ്രശ്നമുണ്ടായ സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ മാറ്റാൻ തയ്യാറായത്. മനസ്സോടെയാണ് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം, ഇനി അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത വർഷം ഇലക്ഷനിലേക്ക് പോവുകയാണ്. അതിനു മുൻപേ നമ്പറാണ് എന്ന് മാത്രമല്ല, സുപ്രീം കോടതി അടക്കമുള്ള വിമർശനങ്ങൾ വരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വെച്ച ഒരു പ്രധാനപ്പെട്ട പുനരധിവാസ പദ്ധതി വീട് നഷ്ടപ്പെട്ടവർക്ക് വീടാണ്. ഏതാ 2023 മെയ് 9 തുടങ്ങിയ കലാപമാണ് പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്, രാജ്യം ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് 2 വർഷവും 4 മാസത്തിനും ശേഷം. എവിടെയാണ് കഴിയുന്നതെന്ന് അറിയാമോ? ക്യാമ്പുകളിലാണ്. ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ആരാണ്? പ്രതിപക്ഷമാണോ? ക്യാമ്പുകളിൽ ഒരു മിനിറ്റ്, സർക്കാരിനുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ്? ക്യാമ്പിൽ കഴിയുന്നവർക്ക് സൗകര്യം വലിയ കാര്യമായിട്ട് പറയരുത്. ഇതിനിടയ്ക്ക് പ്രധാനമന്ത്രി 46 വിദേശയാത്രകൾ നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിലെയും അന്തർസംഘർഷങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ട്. മാധ്യസ്ഥത വഹിക്കുന്നതായിട്ട് പോലും ചില കാര്യങ്ങളിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നം ഉടനെ ഇപ്പൊ പരിഹരിക്കും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും അടക്കം നമ്മൾ കണ്ടതാണ്. സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തിയെരിയുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. ആ തന്ത്രം വിലപ്പോവില്ല എന്നുള്ളത് കുക്കി വിഭാഗത്തിലെ ജനങ്ങൾ തന്നെ പറയുകയാണ്. ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാകില്ല, ഞങ്ങൾക്ക് നൃത്തം ചെയ്ത് നിങ്ങൾ കണ്ണീരോടെ നൃത്തം ചെയ്ത് നിങ്ങളെ സ്വാഗതം ചെയ്യാനാവില്ല എന്ന് പറയുന്ന വാചകത്തിലുണ്ട് എല്ലാം. അതാണ് അതിന്റെ അർത്ഥം. ജനം അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ഒരു കാര്യമുണ്ട്, ഈ 2 വർഷവും 4 മാസവും അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നെങ്കിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അവിടുത്തെ പ്രശ്നം അവസാനിച്ചിട്ടില്ല, അവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകാനാവില്ല. ഇനി അഥവാ BJP പറയുന്ന പോലെ കലാപമൊക്കെ തീർന്നു, എല്ലാം വളരെ സമാധാനപരമാണെങ്കിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കാൻ എന്തേ ഇത്ര വൈകി? അപ്പോൾ അവിടെ വിഷയമുണ്ട്. ഏതെങ്കിലും ഒന്ന് ശരിയാവണം. കലാപം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ വിഷയം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ വലിയ രൂപത്തിലല്ല. എന്തുകൊണ്ട് അവരെ വീടുകളിലേക്ക് കൊണ്ടുപോയില്ല? അവർക്ക് എന്തുകൊണ്ട് വീടുകൾ വെച്ചു കൊടുത്തില്ല? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നത് വരെ ഈ പദ്ധതി പ്രഖ്യാപിക്കാത്തത്? ഒരു സിറ്റുവേഷൻ നിയന്ത്രണ വിധേയമാക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. അപ്പൊ തീർന്നിട്ടില്ല. അല്ലാതെ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കാൻ പറ്റില്ല. പ്രശ്നം തീർന്നോ ഇല്ലയോ? കലാപം ഉണ്ടോ ഇല്ലയോ? കലാപം തീർന്നെങ്കിൽ പ്രശ്നബാധിത മേഖലയാണ്, പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. അതാദ്യം അവസാനിപ്പിക്കണം. അതാദ്യം അവസാനിപ്പിക്കണം. കോൺഗ്രസിനെ പോലെ തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല, ശാശ്വത പരിഹാരമാണ്. 2025 30 പേർക്കാണ് അവിടെ ആക്രമണം ഉണ്ടായത്. 20 പേർ മരിച്ചു 2025. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സെപ്റ്റംബർ ആയതേ ഉള്ളൂ. കലാപം ഇപ്പോഴും നടക്കുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് വീടുകളിലേക്ക് പോകാൻ പറ്റുന്നത്. എന്തായിരുന്നു എന്നതുകൂടി ഒന്ന് പറയണം, വെറുതെ പറഞ്ഞു പോകരുത്. എന്തായിരുന്നു ആ കോൺഫ്ലിക്റ്റ്? 2023 തുടങ്ങി അതേ കോൺഫ്ലിക്റ്റിന്റെ അല്ല. അതിന് ഈ സായുധ കലാപമാണോ അവിടെ അരങ്ങേറിയത്? അതോ ഒരു ഗ്രാമത്തിനുള്ളിലാണോ നടന്നത്? കലാപം നടക്കുന്ന സായുധ കലാപം പിന്നെ ഗ്രാമത്തിനുള്ളിലാണോ? ഞാൻ ഒറ്റ കാര്യം പറയാം.
ഈ മെയ്തി വിഭാഗം മണിപ്പൂർ മുഴുവൻ എന്നുള്ള അങ്ങനെ ഒരു പരിവേഷം കൊടുക്കുന്നത് ശരിയല്ല. മണിപ്പൂരിൽ ആകെ കലാപമാണ്, ആ പരിവേഷം ശരിയല്ല. മണിപ്പൂരിൽ പോയെന്ന ആളെന്ന നിലയിൽ കൂടി ഞാൻ പറയാം, ഇതിനകത്ത് മെയ്തി വിഭാഗത്തുള്ള ആളുകൾ താമസിക്കുന്ന താഴ്വരയിൽ നമ്മൾ ഈ പറയുന്ന എതിർ വിഭാഗങ്ങൾ, കുക്കി വിഭാഗങ്ങൾ, മലമുകളിൽ മാത്രമല്ല, ഈ കലാപം നടക്കുമ്പോൾ എങ്ങനെയാണ് കുക്കി വിഭാഗക്കാർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടതെന്നുള്ളത് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളതാണ്. മെയ്തി വിഭാഗങ്ങൾക്കിടയിൽ ഇടകലർന്ന് കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന മനുഷ്യരാണ് ആക്രമിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഇത്രയും പേർ മരിച്ചത്. ഗ്രാമത്തിനകത്ത് ഗ്രാമങ്ങൾ ആക്രമിക്കുക മാത്രമല്ല, ഗ്രാമത്തിനകത്ത് ന്യൂനപക്ഷങ്ങളായ കുക്കികളെ മെയ്തികൾ കൊന്നു കൊലവിളിച്ച സംഭവമുണ്ട്. അതായത് സഹോദരനെ പോലെ ജീവിച്ചിരുന്നവർക്കിടയിലാണ് ഈ പ്രശ്നം. അവർ തന്നെ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. മെയ്തികൾ ആണെന്ന് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്. ഇതിപ്പോൾ BJP ചെയ്തതാണോ ഇത്? BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്, BJP ഭരിക്കുന്ന കേന്ദ്രമാണ്. ആർക്കാണ് ഉത്തരവാദിത്തം? സുജിയ, ഒരു കാര്യം പറയാം, മെയ്തി വിഭാഗത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന് മാത്രമല്ല, ബിരേൻ സിംഗിന് പങ്കുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഓഡിയോ സുപ്രീം കോടതിയിലെത്തി. 93% ഇത് ഇയാളുടെ ശബ്ദമാണെന്ന് ട്രൂത്ത് ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി സർട്ടിഫൈ ചെയ്തു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ഈ ഓഡിയോയുടെ വ്യക്തത കൊടുത്തിട്ടില്ല. ഒതന്റിസിറ്റി സുപ്രീം കോടതി അംഗീകരിച്ചോ? വേണ്ട, നിങ്ങൾ കൊടുത്തോളൂ. കേന്ദ്രം കൊടുക്കാതെ. സുപ്രീം കോടതി മാത്രമല്ല വിദേശ മാധ്യമങ്ങളുടെ നറേറ്റീവ്, വിദേശ രാജ്യങ്ങളുടെ നറേറ്റീവ്, അത് പലതും കൊണ്ടുവരുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ നടത്താൻ പോയ സംഘത്തിൽപ്പെട്ടതാണോ എന്നും എനിക്കറിയില്ല. താങ്കളുടെ യാത്ര എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാ പിന്നെ നിങ്ങളുടെ നറേറ്റീവ് കൊണ്ടുപോവാ. മോദി സർക്കാർ എന്താ മുട്ട് വിറയ്ക്കുമ്പോൾ സുപ്രീം കോടതിയിൽ കടലാസ് ചോദിച്ചിട്ട് മാസം 5 ആയി നരേന്ദ്രമോദി വിറയ്ക്കാത്തത് കൊണ്ടാണ് ഈ രാജ്യം ഇത്രയും വർഷമായി. 2 വർഷം 4 മാസത്തിന് ശേഷം മുട്ടുവിറയ്ക്കാതെ അദ്ദേഹത്തിന് പോകാനായി, വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാനായി. നോക്കാം അവിടുത്തെ ജനം അത് എങ്ങനെ എടുക്കുന്നു എന്ന പ്രതികരണമായി നമ്മുടെ മുന്നിൽ കണ്ടത്. കണ്ണീരോടെ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാനാവില്ല എന്ന വാചകമാണ്. മണിപ്പൂർ മറക്കുമോ എന്നതായിരുന്നു ചോദ്യം. നോ എന്ന് 2, യെസ് എന്ന് 1. Meet the editors.